കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. അള്ളാഹുവിൻ്റെ 8 ഇസ്മുകളെ കൊണ്ട് അള്ളാഹുവിനെ വിളിക്കുകയാണ്. ഹദ്ദാദ് റാത്തീബിൻ്റെ 15ാമത്തെ ദിക്റായി നമ്മൾ 3 പ്രാവശ്യം ആവർത്തിച്ച് ചെല്ലുമ്പോൾ പഠിച്ച റബ്ബിന്റെ ഇസ്മു കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ഒരു കൽപ്പനക്ക് നാം വിധേയപ്പെടുകയും ചെയ്യുകയാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് വളരെ ഗാംഭീര്യമുള്ള വളരെ നല്ല നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കുക എന്ന് പറഞ്ഞാൽ ആ നാമങ്ങളെ നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ദുആഇന്റെ വാക്യങ്ങളിൽ ഉൾപ്പെടുത്തുക. അള്ളാഹുവിന്റെ ഓരോ ഇസ്മുകളിലും ദുആ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഈ 15ാമത്തെ ദിക്റിൽ അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ട്, നാമങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അതിനോടൊപ്പം അള്ളാഹുവിനോട് നാം ഒരു കാര്യവും ആവശ്യപ്പെടുന്നില്ല, തേടുന്നില്ല. വെറുതെ അള്ളാഹുവിനെ വിളിക്കാണ്. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. പക്ഷേ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ തന്നെ ആ ഇസ്മിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു പ്രാർത്ഥന. ഉദാഹരണം, യാ റഹ്മാൻ എന്ന് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ, യാ റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹ് എന്ന് പഠിച്ചവനെ വിളിക്കുമ്പോൾ, ഇർഹംനി എന്നോട് നീ കരുണ ചെയ്യണേ എന്ന ഒരു പ്രാർത്ഥനാ വാക്യം അതിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ ഇസ്മിലും ഓരോ പ്രാർത്ഥനാ വാക്യങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. യാ ഗഫാർ പാപങ്ങൾ പൊറുക്കുന്ന അല്ലാഹ് എന്ന് റബ്ബിനെ വിളിക്കുമ്പോൾ, ഇഗ്ഫിർലി എൻ്റെ പാപങ്ങളെ നീ എനിക്ക് മാപ്പാക്കണേ എന്ന ഒരു പ്രാർത്ഥനാ വാക്യം ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സഹാബി വര്യർ യാ റഹ്മാൻ യാ റഹീം എന്ന അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് ദ്വാരുന്നപ്പോ ഒരാൾ ആക്ഷേപിച്ചു, ഒരു കാഫിറായ മുശ്രിക്കായ മനുഷ്യൻ ആക്ഷേപിച്ചു, മുസ്ലിമീങ്ങൾ ഒരു റബ്ബിനോടാണല്ലോ പ്രാർത്ഥിക്കാറുള്ളത്, പിന്നെന്താണ് റഹ്മാൻ എന്നും റഹീമും എന്നൊക്കെ വിളിക്കുന്നത്? അപ്പോൾ അള്ളാഹു തആല അതിന്റെ മറുപടിയായിട്ട് ഇറക്കിക്കൊടുത്ത പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്താണ് ഞാൻ ഓതിയത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹ്ക്ക് ഒരു പേരല്ല, 99 പേരുണ്ട്. നിങ്ങൾ അതറിയണം, അത് മനസ്സിലാക്കണം. റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു എന്ന് വിളിച്ചാലും റഹ്മാൻ എന്നൊക്കെ വിളിച്ചാലും അറിയണം അള്ളാഹു തആലക്ക് ധാരാളം ഇസ്മുകൾ ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുക, ഇത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു കൽപ്പന കൂടിയാണ്. അതിന്റെ ചെറിയൊരു ഭാഗം